ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഇടുക്കിയിലെ കൊടും വളവുകളിലൂടെ, അതായത് ഇടുക്കി ഡാം പോകുന്ന റൂട്ടിലൂടെ നമ്മൾ ഇന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ മോർണിംഗിൽ നമ്മൾ പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മഴയുള്ള ടൈമിൽ, മഞ്ഞുള്ള ടൈമിൽ, കൊടും വളവുകളിലൂടെ ഇടുക്കി പോലെയുള്ള റൂട്ടുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഒരു വണ്ടി ഓടിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. എന്തായാലും നമുക്ക് ഡ്രൈവ് ആരംഭിക്കാം. ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു. ഓക്കെ, വണ്ടിയുടെ സ്വിച്ച് ഓൺ ആക്കുന്നു. ഓൺ ആക്കിയാൽ ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ടാക്കരുത്. നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലച്ച് നയിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ പ്രോപ്പറായിട്ട് വരുന്നു. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പ്രഭാതത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണ്. നമ്മൾ 3ാമത്തെ ഗിയറിലേക്ക് ഇട്ടു പോവുകയാണ്. നിങ്ങൾ മോർണിംഗിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും ഉചിതമായിട്ട്, അതായത് ഒരു വണ്ടി ഓടിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മോർണിംഗ് ആണ്. കാരണം നമുക്ക് ഒരുപാട് തിരക്കില്ലാതെ ഇപ്പം ചെറിയ ടൗൺ പോലെ അല്ലെങ്കിൽ സിറ്റി പോലെയുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, കട്ടപ്പന ടൗണിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ തിരക്കുള്ള റോഡ്, അതായത് ഒരു ഉച്ച സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ അവസ്ഥ ഇല്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. അപ്പം നിങ്ങൾ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അത്തരത്തിലുള്ള സിറ്റി പോലെയുള്ള ടൗണുകളിൽ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രഭാതത്തിലുള്ള ഒരു ഡ്രൈവിംഗ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ 4th ഗിയറിൽ പോകുന്നു. ഒരു ജംഗ്ഷൻ വരുന്നു. ഇവിടുന്ന് ഇടത്തോട്ടാണ് ഇടുക്കി പോകുന്നത്. നമ്മൾ ഇനി വളവുകളിലേക്ക് വരികയാണ്. ഇനി ഇങ്ങോട്ടുള്ള ഡ്രൈവിംഗ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. 4th ഗിയറിലാണ് ഞാനിപ്പോൾ വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗിയർ അഡ്വാൻസ് 3rd ഗിയറിലേക്ക് ഇടുകയാണ്. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പ്രത്യേകിച്ച് വളവുകൾ ഉള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ നമ്മൾ 4th നിന്ന് 3rd ഇടുന്ന സമയത്ത് മുന്നമേ അഡ്വാൻസ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ 3rd പോകുന്നത്. വീണ്ടും ജസ്റ്റ് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, 4th ഇടുന്നു. ജസ്റ്റ് ഈ വളവ് നമ്മളിങ്ങനെ തിരിഞ്ഞു കയറുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ മുന്നിലായിട്ടൊരു വണ്ടിയുണ്ട്. ജസ്റ്റ് ക്ലച്ച് പിടിക്കുക, ഗിയർ ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ട് 3rd ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ കയറി പോവുകയാണ്. കാരണം ഒത്തിരി വലിമുട്ടാനായിട്ട് നിൽക്കരുത്. അഡ്വാൻസ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഗിയർ ഇടുക. ഇനിയിപ്പോൾ ഈ മുന്നിൽ പോകുന്നൊരു വണ്ടിയെ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഹോൺ അടിച്ച് കൊടുക്കുക. വളവിൽ നമ്മൾ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നല്ല വളവാണ്. നമുക്കിവിടെ ഇപ്പോൾ കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം മുന്നിൽ പോകുന്നൊരു വാഹനത്തെ നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ നിന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ 2nd ഗിയറിൽ തന്നെ പോകുന്നു. ഒന്നുകൂടെ ഹോൺ അടിച്ച് കൊടുക്കുന്നു. അതിനുശേഷം വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാല് കൊടുക്കുക. ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് ഇടത്തെ സൈഡിലേക്ക് വരുന്നു. കണ്ടോ, അത് പെട്ടെന്ന് ക്വിക്കായിരിക്കണം, ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കയറാനായിട്ടുള്ള സ്പേസ് കുറവാണ്. അപ്പോൾ നമ്മൾ സാവധാനത്തിൽ പോവുക. ഇപ്പോൾ 2nd ഗിയറിലാണ് പോകുന്നത്. നമുക്ക് ഒരു ഗിയറും കൂടെ കൊടുക്കുക. ഇത് ക്ലച്ച് പിടിച്ചിട്ട് 3rd ഗിയറിലേക്ക് ഇടുന്നു. ചെറിയ വളവും തിരിവുമാണ്, നമുക്ക് ഈസി ആയിട്ട് പോകാൻ കഴിയും. അത്യാവശ്യം വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെങ്കിൽ ഇതുപോലെ ഗിയർ ഡൗൺ ചെയ്യുക, ഗിയർ മുന്നോട്ടിട്ട് 3rd ഗിയറിലേക്ക് ഇട്ട് നമുക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഗിയർ ഞാൻ വീണ്ടും ഒന്ന് ഡൗൺ ചെയ്യുകയാണ്, കാരണം നല്ലൊരു വളവ് വന്നു. അപ്പോൾ നമ്മൾ ഗിയർ വീണ്ടും എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ഡൗൺ ചെയ്യുകയാണ്. അതായത് 3rd നിന്ന് 2nd ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും നല്ലൊരു വളവാണ്, നിങ്ങൾ നോക്കിക്കേ. ഇപ്പം ഞാനിവിടെ ലെഫ്റ്റ് ചേർത്ത് നല്ല വളവൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇവിടെ വന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക. ഓക്കെ, വീണ്ടും ഞാൻ ക്ലച്ച് പിടിക്കുന്നു, 3rd ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ടാണ് പോകുന്നത്. ജസ്റ്റ് ബ്രേക്കേ വരുന്നു. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ നോക്കിയാൽ നല്ല വളവാണ്, മേളിൽ കാടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുകയാണ്. ഓക്കെ, ഇനി നല്ല തിരിവുകൾ വരുന്ന സമയത്ത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. നിങ്ങൾക്ക് തുടക്കത്തിൽ നല്ല തിരിവുകളൊക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, എടുത്തെടുത്ത് തിരിക്കുക. ഈ ഒരു മെത്തേഡ് തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. കണ്ടില്ലേ, ഇപ്പം നല്ല വളവുകളാണ് ഉള്ളത്. നമ്മളിപ്പോൾ നല്ല വളവുകളിൽ പോകുന്നു. വീണ്ടും 4th ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, 4ാമത്തെ ഗിയറിലിടുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് പോവുകയാണ്. നമുക്കിപ്പോഴും മുന്നിൽ പോകുന്ന വണ്ടിയെ കയറാനായിട്ടുള്ള സ്പേസ് കിട്ടിയിട്ടില്ല.
മഴയാണ് നമ്മൾ അപ്പം ഒരുപാട് എന്നാ പറയുന്നത് മൈൻഡിനെ വേറെ തരത്തിലേക്ക് അത് മുന്നിൽ പോകുന്ന വണ്ടി കുറേ സമയമായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത ഒരു കാരണവശാലും ഒരു ഡ്രൈവറിന് ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്ക് അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് വരുന്ന സമയത്താണ്. നമുക്കതിനുള്ള സമയം പ്രോപ്പർ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ കയറുക. ഇപ്പം ഞാൻ 4th പോകുന്നത്, വളമാണ്. ഇത് വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഇത് 3rd ഗിയറിലേക്ക് ഇട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് 3rd ഇട്ട് കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് ചെയ്യുന്നു. കാരണം ഓരോ വളവ് തിരിയുമ്പോഴും നമ്മൾ ടോർക്ക് കൂടിയ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം 3rd പോകുന്നത്. ഓക്കെ, ഈ വളവൊക്കെ നമുക്ക് അത്യാവശ്യം 3rd ഗിയറിൽ തന്നെ പോകാം. നിങ്ങൾ നോക്കിക്കേ, നല്ല വളവാണ്. ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർത്ത് പിടിച്ചതേ ഇങ്ങനെ ചേർന്ന് പോകാം. കണ്ടോ, പ്രോപ്പർ ബാലൻസ് ആണ് നമുക്ക് സ്റ്റിയറിങ്ങിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഇനി വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ വരിക. ഓക്കെ, ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വരുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. റോഡ് കുറച്ച് സ്ട്രെയിറ്റായി 4th ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ പുറകുന്നൊരു വണ്ടിയുണ്ട്, നമുക്ക് ജസ്റ്റ് ആ വണ്ടി ഒന്ന് കയറ്റി വിടാം. അവർ കുറേ സമയമായിട്ട് ഹോൺ അടിക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തിട്ട് കയറ്റി വിടാം. ഓക്കെ, ഞാനൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇവിടെ വളവുണ്ട്, പക്ഷേ വണ്ടി വരത്തില്ല, അതെനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് അവരെ കയറ്റി വിട്ടത്. ഓക്കെ, എന്നിട്ട് ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 3rd ഇട്ടു. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ 4th ഗിയറിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ 4th ഗിയറിലാണ് ഞാൻ വരുന്നതെന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് ആ വണ്ടി കയറിയിട്ട് ആക്സിലറേഷൻ, അതായത് ഒരു വളവിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 4th ഗിയറിൽ നമ്മുടെ വണ്ടി പോകണമെന്നില്ല. അപ്പോൾ ഒരു വലിമടുപ്പ് കാണിക്കും. അതിന് ഞാൻ എന്ത് ചെയ്തു, അഡ്വാൻസ് പെട്ടെന്ന് 3rd ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പം നല്ല വളവാണ്. ഇവിടെ ഇത് എൻ്റെ കൈ പിടിച്ചേക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. ഇങ്ങനെ കൈ പിടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഈ വളവുകളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി. അതിനുശേഷം ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുക, ക്ലച്ച് പിടിക്കുക, 4th ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? അപ്പം ഇടുക്കിയുടെ നല്ല വളവുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ മേൽഭാഗത്ത് നോക്കിക്കേ, മരങ്ങളും മലകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, എപ്പോഴും പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക. കാരണം ഇതുപോലെയുള്ള ബസ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്നതാണ്. ഇവിടെ നമുക്ക് 5ാമത്തെ ഗിയർ കൊടുക്കാൻ പറ്റിയ ഒരു റോഡ്, ഒരു സ്ട്രെയിറ്റ് റോഡ് ഇപ്പം ഇവിടെ വന്നിട്ടില്ല. നമുക്ക് 4 വരെ ഇപ്പോൾ ഇവിടെ ഇടാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ കുറച്ച് ഇറക്കമുള്ളതുകൊണ്ട് നമുക്ക് 5 ഒക്കെ ഇടാം. പക്ഷേങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഒരു 4th വരെ ഇട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 3rd ഇടുന്ന ഒരു വളവാണ്. അഡ്വാൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വളവ് കാണുമ്പോൾ അഡ്വാൻസ് ചെയ്യുക. ഇതേ 3rd ഗിയറിലേക്ക് ഇട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടുത്തെ വളവുകൾ ഒട്ടുമിക്ക വളവുകളും എടുത്തത് 3rd ഗിയറിലാണ്. നമുക്ക് 3rd ഗിയർ മതി ഇങ്ങനെയുള്ള വളവ് എടുക്കാൻ. 2nd ഗിയറിൻ്റെ ആവശ്യമില്ല. പക്ഷേങ്കിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് 2nd ഗിയർ ആവശ്യം വരും. കാരണം നിങ്ങൾക്ക് ഒരു 3rd ഗിയറിൽ പോകുന്ന സമയത്ത് ഈ വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത്രയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ അതിനെ ചെയ്യേണ്ടത് ഒരു 2nd ഗിയറിലേക്കൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, 4th ഗിയറിലേക്ക് ഇടുന്നു. ഇവിടെ ചെറിയൊരു വളവാണ്. ഇങ്ങനെ ഞാൻ തിരിയുകയാണ് 4ാമത്തെ ഗിയറിൽ. ഇപ്പോൾ എനിക്കൊരു പ്രോപ്പർ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ച് പോവാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുകയാണ്, അഡ്വാൻസ് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലച്ച് പിടിക്കുന്നു, 3rd ഗിയറിലേക്ക് ഇടുന്നു. കയറ്റം കൂടിയ ഒരു റോഡാണ്, വളവാണ്. നമ്മൾ 3rd ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും ഇത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഇടുകയാണ്. കാരണം ഇത് ഇവിടെ കുഴിയാണ്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് 1st ഗിയറിലേക്ക് ഇട്ടിട്ട് വണ്ടി കയറി. കാരണം അവിടെ ഒരു കുഴിയോട് കൂടിയ ഒരു ഭാഗമുണ്ട്. ഓക്കെ, അതുകൊണ്ട് വീണ്ടും നമുക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക, ക്ലച്ച് പിടിക്കുക, 2nd ഗിയറിലേക്ക് ഇടുക. ഇനി ഒന്ന് ഹോൺ അടിച്ചിട്ട് നമ്മളിതേ ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, 3rd ഗിയറിലേക്ക് ഇടുന്നു. നല്ല വളവാണ്. നിങ്ങൾക്ക് വളവ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് തിരിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ തിരിക്കുക. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വളവെടുക്കാം. എല്ലാ വളവും ചേർത്തെടുക്കുക, ഇടത് ചേർന്നെടുക്കുക. ഇത് ഇടത്ത് ചേർന്ന് വന്നിട്ട് ഇങ്ങനെ റൈറ്റ് പിടിക്കുക. കണ്ടില്ലേ? ഈ ഒരു വളവ് നമ്മൾ ചേരുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, ഇടത് ഇങ്ങനെ മാക്സിമം ചേരുക, എന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് പിടിക്കുക. കണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആദ്യത്തെ മെത്തേഡ് പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ റൈറ്റ് പിടിക്കുന്നു. ഓക്കെ, എല്ലാ വളവുകളിലും ഒരു വണ്ടി പ്രതീക്ഷിച്ചോണം. നല്ല വളവാണെങ്കിൽ ഇടത്തെ കാലത്ത് ക്ലച്ച് പെടലേ ഒന്ന് വെച്ചേക്കുക, ചിലപ്പോൾ ചവിട്ടേണ്ടി വരാം. അതൊരു ബിഗിനർ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല, നമുക്ക് വിഷയമില്ല, പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ നല്ലൊരു വളവാണ്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് ചേർന്നിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇടുക്കി റൂട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു ഭാഗം, ആ റൂട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ തൊടുപുഴ പോകുന്നു, അങ്ങനെയുള്ള റൂട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കൊടുംവളവുകളാണ്, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്.
മുന്നോട്ട് പോയാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഇടുക്കി പോലെയുള്ള റൂട്ടുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ മഴയുള്ള സമയത്ത് പ്രോപ്പറായിട്ട് മിസ്റ്റിനായിട്ട് AC ഇട്ട് കൊടുക്കുക, അത് മഞ്ഞുള്ള സമയത്ത് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കൊടും വളവുകളിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒത്തിരി മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് ചേർന്ന് നമ്മൾ ഓടിക്കരുത്. ഒരു മത്സരബുദ്ധിയോടെയല്ല നമ്മളെപ്പോഴും ഓടിക്കേണ്ടത്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മത്സരബുദ്ധി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുക. നമുക്ക് ചിലപ്പോഴത് പെട്ടെന്ന് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നു, 1-2 വണ്ടികളൊക്കെ ആയിട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമുക്ക് തോന്നാം. പക്ഷെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഒരു ഇടുക്കി യാത്ര നിങ്ങൾക്ക് ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു യാത്രയുടെ തുടർഭാഗം നിങ്ങൾക്ക് മുന്നോട്ട് ഇടുക്കിക്ക് പോകുന്നത് കാണാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു ഡ്രൈവ് ഇതിനു വേണ്ടി തന്നെ പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.